ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വിചിത്രമായ 5 സ്കൂളുകളാണ്. നമ്മുടെ ആദ്യമായി തന്നെ വരുന്നത് ടെറാസെറ്റിലെ അണ്ടർഗ്രൗണ്ട് സ്കൂളാണ്. അത് നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ സ്കൂള് തികച്ചും അണ്ടർഗ്രൗണ്ട് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇവർ ഭൂമിയുടെ അടിയിൽ സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളതെന്നല്ലേ. വടക്കൻ വിർജീനിയയിലെ ആസൂത്രിതമായ ഗ്രീൻ കമ്മ്യൂണിറ്റിയായ റെസ്റ്റൻ പരിസരത്തിന്റെ ഭാഗമായാണ് ഈ അസാധാരണമായ പ്രൊജക്ട് നിർമ്മിച്ചിട്ടുള്ളത്. 1970കളുടെ അവസാനമായപ്പോഴാണ് ഇത് പൂർത്തിയായത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് USA തികച്ചും ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ എന്ന് പറയുന്നത് നിർബന്ധമായ ഒന്നായതുകൊണ്ട് ഇത് ഒഴിവാക്കാനും പറ്റിയില്ല. ഈ സ്കൂൾ നിർമ്മിക്കുന്നതിലൂടെ അവർ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് അറിയണോ? ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്കൂൾ ആയതുകൊണ്ട് ശൂന്യമായ മുകൾ ഭാഗത്ത് ഷേവ് ചെയ്യുകയും അതുപോലെ തന്നെ മണ്ണ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലൂടെ ചൂട് കുറക്കാൻ സാധിച്ചു. അടുത്തതായി വരുന്നത് ഫ്ലോട്ടിംഗ് സ്കൂൾ ഇൻ കൊളംബിയ. അത് നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ഇത് തികച്ചും ഒരു ഫ്ലോട്ടിംഗ് സ്കൂളാണ്. ഫ്ലോട്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിചിത്രമായ ഒന്ന് തന്നെയായിരിക്കുമല്ലേ. പക്ഷെ എന്നിരുന്നാലും ഈ പ്രദേശവാസികൾക്ക് ഫ്ലോട്ടിംഗ് സ്കൂൾ എന്നതൊരു വിചിത്രമായ കാര്യമല്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ മുഴുവനും ഫ്ലോട്ടിംഗ് ഹൗസുകളും ഫ്ലോട്ടിംഗ് ഷോപ്പുകളും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് കെട്ടിടങ്ങളുമാണുള്ളത്. ടോൺ സാപ്പ് കംബോഡിയ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിൽ 60 വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നു. അതിൽ 40 പേർ അനാഥരാണ്. മത്സ്യബന്ധനത്തിലാണ് അവരുടെ മാതാപിതാക്കൾ മരിച്ചത്. ഈ സ്കൂളിൽ വെറും ഒരേ ഒരു ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ. അവിടെ ഓരോ വിദ്യാർത്ഥിയും പഠിക്കുകയും അതുപോലെ തന്നെ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വ്യത്യസ്തമായ ഒന്ന് തന്നെയാണല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്ന ക്നാലേക്കലിലെ നൊമാഡിക് സ്കൂളാണ്. റഷ്യയിലെ യാക്കൂട്ടിയയിലെ നാടോടി സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇതിന് കാരണം എന്താണെന്നാൽ അവർക്ക് ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശനമുള്ളത് കൊണ്ടാണ്. ഈ സ്കൂളിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. എത്രയാണെന്ന് അറിയണോ? ഈ സ്കൂളിൽ സാധാരണയായി 6 മുതൽ 8 വരെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ 2-3 അധ്യാപകരും മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും കുട്ടികൾക്ക് അവരുടെ അറിവും നൈപുണ്യവും നേടുന്നതിൽ നിന്ന് അവരെ തടയുന്നില്ല. അവരുടെ കൂടുതൽ ഉദാസീനമായ സമപ്രായക്കാർ സ്കൂളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ബാഹ്യലോകവുമായി ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ വലിയ കാര്യങ്ങളിൽ നിന്ന് വളരെ അകലെ എത്തിച്ചേരാനുമാകാത്ത വിവരങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സ്കൂളിലും ഇതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലോ? വളരെ രസകരമായിരിക്കുമല്ലേ. നമ്മുടെ ലിസ്റ്റിലെ 4-മതായി വരുന്നത് ചൈനയിലെ കേവ് സ്കൂൾസ് ആണ്. ഈ ഗുഹാ സ്കൂളുകൾക്കുള്ള ലൈബ്രറികൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന തന്റെ സാമ്പത്തിക അത്ഭുതങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ ദേശീയ സ്വഭാവത്തിന്റെയും അതുപോലെ തന്നെ മാനസികാവസ്ഥയുടെയും ഒരു പ്രധാന സ്വഭാവമായി അറിവിനെ പിന്തുടരുന്നത് പഠനത്തോടുള്ള ഈ സമർപ്പണത്തിന്റെ ഒരു ഉദാഹരണമായ അദ്വീതിയാണ്. 1984 വരെ സാമ്പത്തിക മാർഗങ്ങൾ വളരെ കുറവായതിനാൽ വളരെ കാലം വിദ്യാഭ്യാസം അർഹിക്കുന്നതിൽ നിന്ന് ഇവർ പിന്തിരിഞ്ഞിരുന്നു. ഈ സാമ്പത്തികപരമായ വിഷമങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളുമാണ് അവരെ ഗുഹയിൽ സ്കൂൾ കണ്ടെത്തുന്നതിനായി പ്രേരിപ്പിച്ചത്. ഇവർ ഗുഹയുടെ താഴികക്കുടങ്ങളിൽ ക്ലാസ് മുറികളും സ്പോർട്സ് ഗ്രൗണ്ടും അതുപോലെ തന്നെ വിശ്രമത്തിനുള്ള ഒരു മേഖലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഈ വിദ്യാലയം ഒരു ചെറിയ കോഴ്സിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് 186 പേർക്ക് പ്രാഥമികവും അതുപോലെ തന്നെ ദ്വിതീയവുമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. നമ്മളിൽ എല്ലാവർക്കും തന്നെ ഗുഹയിലെ സ്കൂൾ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിചിത്രമായ സംഭവമാണല്ലേ. എന്നിരുന്നാലും ചൈനയിലെ കുറച്ചു കുട്ടികൾ ഇപ്പോഴും ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അവസാനമായും 5-മതായി വരുന്നത് കോപ്പർഹേഗനിലെ ആസ്റ്റർ ജിംനേഷ്യമാണ്. ഭാവിയിലെ പഠന സമ്പ്രദായത്തിന്റെ പുതിയ ദർശനങ്ങളുമായി പൊരുത്തപ്പെടുന്ന വാസ്തുവിദ്യ രൂപകൽപ്പനയുള്ള ഡെൻമാർക്കിലെ ആദ്യത്തെ സ്കൂളാണ് ഈ ഹൈസ്കൂൾ. ഇതൊരു പുതിയ ഇന്റർ ഡിസിപ്ലിനറി ആണ്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ വളരെ രസകരമായ ഒന്നായിട്ട് തന്നെയാണല്ലേ തോന്നുന്നത്. ഇത് പൂർണ്ണമായി നമ്മുടെ സാധാരണ സ്കൂളുകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. 4 നിലകളിൽ പഠിക്കാനുള്ള സമീപനം വിശാലമായ സർപ്പിള ഗോവണി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സ്കൂളിന് ചുറ്റും സോഫകളും അതുപോലെ തന്നെ ഓട്ടോമന്മാരുമുണ്ട്. ഇത് നമ്മുടെ സാധാരണ സ്കൂളിൽ നിന്ന് വളരെ വളരെ വിചിത്രമായ ഒന്ന് തന്നെയാണല്ലേ. എല്ലാവർക്കും എന്ത് തോന്നുന്നു?